അങ്ങനെ ഞങ്ങൾ വാഗ ബോർഡറെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി, കുളിച്ചു ഫ്രഷായി. ഇനി ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നതാണ്. അപ്പോൾ കാറും കൊണ്ട് പോയാൽ അവിടെ പാർക്കിങ്ങിന് പ്രശ്നമാണെന്ന് നമ്മൾ താമസിച്ച് അവിടെ ഉള്ള ഹോട്ടലിലുള്ളവർ തന്നെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു. ഇവിടുത്തെ ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഓട്ടോയാണ്, 1.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പം വെളിയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞായിരുന്നു തലപ്പാവ് കെട്ടണമെന്ന്. തലയിൽ ഇങ്ങനെ തുണി കെട്ടാതെ അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ലേഡീസ് തലയിൽ ഇങ്ങനെ തുണി ഇടണം, ജെൻസ് ഒരു കർച്ചീപ്പായാലും തല ഇങ്ങനെ കെട്ടണം, എന്നാലേ അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് പോകണം. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷോപ്പിംഗ് സാധനങ്ങളാണ്, തുണികൾ, പിന്നെ പഞ്ചാബികളുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ കത്തികളൊക്കെ ഉണ്ടല്ലോ, കത്തി അവരിടുന്ന വള, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു കണ്ടു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു ഒറ്റ കല്ലിൽ മാർബിളിൽ ചെയ്തെടുത്തതാണെന്ന്, പക്ഷെ അല്ല, ഇങ്ങനെ 4-5 പീസ് അതിങ്ങനെ കൊണ്ടുവന്ന് അവിടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരുടെ തലകളുടെ രൂപമാണ് അത് ഇരിക്കുന്നത്, പക്ഷെ അത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ നോക്കി. ഞങ്ങൾക്ക് ആദ്യം നോക്കിയപ്പോൾ നമ്മൾ ഒറ്റ കല്ലായിട്ട് തോന്നി, പിന്നെയാണ് ആ ഒരു ഇത് മനസ്സിലാക്കിയത് ഇങ്ങനെ ഓരോ പാളികൾ പോലെ അതിനടുത്ത് വെച്ചേക്കുന്നതാണെന്ന്. പിന്നെ ഇവിടെ ചുരിദാറിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ. പക്ഷേ വില പറയണം, അവർ പറയുന്നതിൻ്റെ പകുതി റേറ്റ് പറഞ്ഞ് നമ്മൾ ചോദിച്ചു മേടിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാം, ബാർഗനിങ് ആണ്. അങ്ങനെ ഞങ്ങൾ ഒരു 9 മണിക്ക് അടുപ്പിച്ചായി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയത്. ഏകദേശം 11:30-12 മണിക്ക് അടുപ്പിച്ചോളം ഞങ്ങൾ ചുറ്റും കണ്ടു. പക്ഷേ ഉള്ളിൽ, ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയില്ല. പക്ഷെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ പിറ്റന്നേ നമുക്ക് കയറി കാണാൻ പറ്റുള്ളൂ വെച്ചാൽ അത്ര ക്യൂ ആയിരുന്നു. പിന്നെ ഈ ക്ഷീണത്തിനിടയിൽ ആ ക്യൂ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ചുറ്റും ഇതുപോലെ തന്നെ ഈ മാതാ ടേക്കണെന്ന് പറയുന്നത് പോലെ ഉണ്ട്. നമ്മൾ അവിടെ എല്ലാം പോയി കണ്ടു. ചെറിയ ഇതുപോലെ വെച്ചാൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തുള്ളത് പോലെ തന്നെ ചെറിയ ചുറ്റുമുണ്ട്, അതെല്ലാം കണ്ടു. പക്ഷേ ആ വെള്ളത്തിന് അകത്തിരിക്കുന്ന ഗോൾഡൻ ടെമ്പിൾ നമുക്ക് കയറി കാണാൻ പറ്റില്ല. പക്ഷെ അത്ര ലീവ്, നമ്മൾ സ്കൂളൊക്കെ അവധി സമയമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണല്ലോ. പിന്നെ ഇവിടെ നിന്നിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുമ്പം നമ്മൾ കൈ തൊഴുതില്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നവരുണ്ട്. അവർ വന്ന് നമ്മളിപ്പോൾ നമ്മളെ വഴക്കുറയൊക്കെ ചെയ്യും, തലയിൽ തുണിയിടുക, തൊഴുതുകൊണ്ട് നിൽക്കുക എന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തൊഴുതിട്ടൊക്കെ നിന്നിട്ട് തിരിഞ്ഞിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ചുമ്മാ ഇതിനെ അവരുടെ നിന്ന് അടിയൊക്കെ മേടിച്ച് പിടിക്കുന്നത് നല്ല രസമാണ്. ഈ വെള്ളത്തിനകത്ത് കുറേ മീനുകളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. ശാലു കുറേ നേരം വീഡിയോ എടുത്തു, അവളും കുറേ കാഴ്ചകൾ കണ്ടു. പിന്നെ രാത്രി അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഒരു 12 മണിക്കടുപ്പിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടെത്തി.